ഇപ്പൊ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് അതിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വരവാ. നിസ്കാരത്തിന് നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം മരിച്ച ഉമ്മന്റെ മകന് ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യായതുകൊണ്ട് അവിടുത്തെ ഒരുപാട് പാകിസ്ഥാനികളും മറ്റുള്ള രാജ്യക്കാരൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ആ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് മയ്യത്ത് എടുത്തിട്ട് ആംബുലൻസിൽ ഖബറിസ്ഥാനിലേക്ക് പോവാണ്. ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊക്കെയാണ് ഈ ഒരു ആംബുലൻസിന്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോഴേക്ക് അവിടെ ഖബറൊക്കെ കുഴിച്ച് റെഡിയാക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ബന്ധുക്കളും അതുപോലെ തന്നെ അവരായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരുപാട് സുഹൃത്തുക്കളാണ് കേട്ടോ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മുമ്പിട്ട് നിന്നത്. ഈ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായപ്പോഴേക്ക് ആംബുലൻസിൽ നിന്ന് മയ്യത്തുമായിട്ട് കുറച്ച് ആളുകൾ അതാ നടന്നു വരുന്നുണ്ട്. വല്ലാതെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. കാരണം എന്താന്ന് വെച്ചാല് ഒരു 6 മാസം മുമ്പ് നാട്ടിൽ നിന്ന് വരുമ്പോൾ മോന്റെ അടുത്ത് കുറച്ച് ദിവസം വന്ന് നിന്ന് സന്തോഷിച്ച് തിരിച്ചു പോകാന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് വന്നവരാണ്. പെട്ടെന്നാണ് ഒരു അറ്റാക്ക് വരുന്നത്. ജിസാനിലെ ഹയാത്ത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് അങ്ങനെ മരണപ്പെടുന്നത്. ഏതായാലും ഇത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ പേപ്പർ വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശരിയാക്കി മയ്യത്ത് മറമാടാൻ കഴിഞ്ഞത് ജിസാനിലെ KMCC നേതാക്കളുടെ ഇടപെടലോട് കൂടിയിട്ടാണ് കേട്ടോ. അവരാണ് ഇതിനൊക്കെ മുന്നിലുണ്ടായിരുന്നത്. ഉമ്മനെ മറവ് ചെയ്യുന്ന ഈ ഒരു കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു പോയൊരു കാര്യം, ആ ഉമ്മയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരുപാട് ആളുകളാണ് ആ ഉമ്മന്റെ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ തന്നെ മുമ്പിട്ട് നിൽക്കുന്നത്. അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇവിടെ ആയിരിക്കും എന്റെ മരണമെന്ന്, ഇവിടെ ആയിരിക്കും ഞാൻ അന്തി ഉറങ്ങാന്ന് ഒരിക്കലും ആ ഉമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതാണ് നമ്മൾ ഓരോരുത്തരുടെ അവസ്ഥ എന്ന് പറഞ്ഞത്. നമ്മൾ എവിടാണോ, എവിടേക്കാണോ, എവിടുന്നാണോ മരണപ്പെടുന്നത്, ആരാണ് നമുക്ക് അവസാനം നമ്മളെ കർമ്മങ്ങൾക്ക് ഉണ്ടാവുക, നമ്മളെ കൂടെ ആരാ ഉണ്ടാവുക എന്നൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വലിയൊരു കാര്യമാണ് മരണം എന്ന് പറഞ്ഞാല്. ഞാൻ ശ്രദ്ധിച്ചത് ഈ ഉപ്പനെ ഇവരെ മോനെയാണ്. വല്ലാത്തൊരു നിൽപ്പാണ് അവരെ ആ നിൽപ്പ് എന്ന് പറഞ്ഞാല്. സത്യം പറഞ്ഞാല് കണ്ണ് നിറഞ്ഞു പോയ ഒരു കാഴ്ചയിരുന്നത്. രണ്ടാളും വലിയ സന്തോഷത്തോടു കൂടി നാട്ടിൽ നിന്ന് പോന്നല്ലേ. ഇനി എങ്ങനെയായിരിക്കും ഈ ഒരു മനുഷ്യന് ഒറ്റക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവുക? എന്തായിരിക്കും ബാക്കിയുള്ള മക്കളോടൊക്കെ നാട്ടിൽ നിന്ന് ഉള്ള മറുപടി പറയാ? ഇവരെ ഉപ്പ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ ജിസാനിൽ തന്നെ സെബിയയില് കുറെ വർഷങ്ങൾ ജോലി ചെയ്തിട്ട് നാട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ചു മോന്റെ അടുത്തേക്ക് വന്നതാണ്. കമ്പനിന്റെ ആളുകളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ തന്നെ ഉപ്പനെയും മകനെയും ഒരുപാട് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഓരോ വിധി പടച്ചോൻ ഇതുപോലുള്ള മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ ഇതൊക്കെ തൊട്ട് പടച്ചോൻ നമ്മളെല്ലാവരെയും കാക്കട്ടെ. ആമീൻ.